നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജേഷ്, ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ ഇടതുപക്ഷം വലതുപക്ഷത്തെയും ഇടതുപക്ഷത്തെയും ഭരണപക്ഷ പ്രതിപക്ഷത്തെയും ഒക്കെ ആക്രമിക്കുക പതിവുള്ളതാണ്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മൊത്തം ഉയർന്നു കേൾക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളത് ഡീലാണ്. ഈ ഡീലുണ്ട് എന്ന് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. CPM പറയുന്നത് കോൺഗ്രസും BJPയും തമ്മിൽ ഡീലാണ്. അതെ, ഡീലാണെന്നാണ്. അതെ, അവസാനം നിർബന്ധിക്കപ്പെട്ടു. അതുപോലെ തന്നെ തിരിച്ച് കോൺഗ്രസ്സുകാർ പറയുന്നത് BJPയും CPMഉം തമ്മിൽ ഡീലാണെന്ന്, BJP പറയുന്നത് ഇവർ തമ്മിൽ ഡീലാണെന്ന്. നമ്മൾ കണ്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യം നോക്കിയാൽ BJP ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സാധാരണഗതിയിൽ ഡീലുണ്ടാവുന്ന CPMഉം കോൺഗ്രസും തമ്മിൽ തന്നെയാണ്. പല സ്ഥലങ്ങളും ക്രോസ് വോട്ടിംഗ് ചെയ്ത് ഇത്രയും കാലം നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. 2011 അതിന് വിഭിന്നമായിട്ട് ചില കാര്യങ്ങൾ കണ്ടത് പുറകെ നമുക്ക് പറയാം. പക്ഷേ എന്താണ് സത്യത്തിൽ ഈ ഡീൽ എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോഴത്തെ ഈ പൊളിറ്റിക്കൽ സെനറിയോയിൽ നടക്കുന്ന ഒരു കാര്യമാണോ? നടക്കാൻ സാധ്യതയുണ്ടോ? അതായത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഡീലുണ്ടാകും. പ്രാദേശികമായിട്ടാണ് ആ ഡീൽ വരുന്നത്. നമ്മുടെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇപ്പം നവംബറിൽ കഴിഞ്ഞ ആ തിരഞ്ഞെടുപ്പിൽ ഈ ഡീൽ കേരളം കണ്ടതാണ്. കാരണം അന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയും ആ പ്രദേശത്തെ ഒരു സാമുദായിക സംഘടന മതപരമായി ഒക്കെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന, അതിനിപ്പം ക്രൈസ്തവ സഭയായാലും ഇസ്ലാമിക സമസ്തയടക്കം SDP അടക്കം ജമാഅത്ത് ഇസ്ലാമി അടക്കം എന്തിന് വെൽഫെയർ പാർട്ടിയുടെ ആ പേരുള്ള ടീം അടക്കം ഇവരുമായിട്ടൊക്കെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ സഖ്യങ്ങൾ. കാരണം ഒരു വാർഡിൽ എത്ര ജനത ഉണ്ടാകും, ഒരു വിശ്വാസികൾ കൂട്ടമായിട്ടായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് ഡീലുണ്ടാക്കും, അവരെ സംഘടന വഴി. പക്ഷേ നിയമസഭ അതെ, പക്ഷെ അത് സാധ്യമല്ല. പക്ഷേ കാരണം അത് ഈ സാധ്യമായിരുന്നു. MV ജയകുമാർ പണ്ട് നോർത്തിൽ 2000 ആ കാലഘട്ടത്തിൽ മത്സരിക്കുമ്പോൾ MV ജയകുമാർ നോർത്തിൽ നിന്നും അന്ന് അദ്ദേഹത്തിൻ്റെ സർക്കാർ CAPTൻ്റെ സർക്കാർ പ്രസിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രചരണ നോട്ടീസൊക്കെ അടിച്ചൊരു വലിയ വിവാദമായിരുന്നു. അന്ന് ഞങ്ങളൊരു റിപ്പോർട്ട് കൊടുത്തതാണ്. അതായത് RSS വോട്ട് ഇത്തവണ MV ജയകുമാരനായിരിക്കും എന്ന് പറഞ്ഞിട്ട് നോർത്ത് മണ്ഡലത്തിൽ. അന്ന് നോർത്താണ് കൃത്യമായിട്ടും ആ വോട്ടുകൾ വീണു. കാരണം പറഞ്ഞാൽ കേൾക്കുന്ന വോട്ടുകൾ RSS ആയിരുന്നു. അന്ന് RSSന് ഇവിടെ BJPക്ക് പ്രത്യേകിച്ച് പ്രബലനായ സ്ഥാനാർത്ഥിയൊന്നുമില്ല. അന്ന് അവർ അത്ര ബേസിക്കലി ബേസ് ഉണ്ട്, പക്ഷേ രാഷ്ട്രീയപരമായിട്ട് അവർ ഒന്നാകുന്നു. അന്ന് അവരോട് ഇങ്ങനെ CPMൻ്റെ പ്രാദേശിക തീരുമാനം അവർ എന്തോ അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽപ്പിക്കാനായിട്ട് മോഹൻകുമാർ ആയിരുന്നു സ്ഥാനാർത്ഥി. മോഹൻകുമാറിനെ തോൽപ്പിക്കാനായിട്ട് അവർ ബ്ലോക്കായിട്ട് പെട്ടെന്ന് വോട്ട് ട്വിസ്റ്റ് ചെയ്തു. പക്ഷേ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ ഡീല് പറയുമ്പോഴും ഇപ്പോഴത്തെ ഈ സെനറിയോ, അതായത് BJP പ്രബല ശക്തിയായി തന്നെ വരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിലും ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിൽ നേരിട്ട് ഇരു മുന്നണികളുടെയും അവരോടും ഫൈറ്റ് ചെയ്യുന്ന നേരിട്ടുള്ള ആൾക്കാരായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ത്രികോണ മത്സരം എന്ന് ഒഴിച്ചാൽ നേരിട്ടുള്ള മത്സരം പോലും സാധ്യമാകുന്ന ചില മണ്ഡലങ്ങൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ മലമ്പുഴ നടക്കുന്നത് CPMഉം BJPയും തമ്മിലാണ് മത്സരം. കോൺഗ്രസ് ചിത്രത്തിലില്ലാത്തതാണ്, കുറേ കാലങ്ങളായി അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെയാണ് പാലക്കാട് BJP കുറച്ച് മുന്നിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഉണ്ട്. പക്ഷെ മഞ്ചേശ്വരത്തെ ചിത്രം ഇപ്പോഴും വ്യക്തമാണ്. അത് വളരെ സെൻസിറ്റീവ് ആയ ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. അതെ, വളരെ കുറച്ച് വോട്ടിന് കപ്പിനും ചുണ്ടിനും ഇടയിൽ സുരേന്ദ്രൻ നഷ്ടപ്പെട്ട മണ്ഡലമാണ്. ഇത്തവണ അത് എങ്ങനെയാകുമെന്ന് നമുക്ക് അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ അത് ഇങ്ങനത്തെ സീറ്റുകൾ ആര് ജയിച്ചാലും ആര് തോറ്റാലും ഇപ്പോഴത്തെ സീറ്റുകളിൽ ആര് ഡീലുണ്ടാക്കിയാലും ക്രോസ് വോട്ട് ചെയ്താലും അത് ഇരു മുന്നണികളെയും ബാധിക്കും. അത് ത്രികോണ മത്സരം മിക്കവാറും എല്ലാ മണ്ഡലങ്ങളും ത്രികോണ മത്സരം വന്നപ്പോൾ പണ്ട് അങ്ങനെ ഡീലിന്റെ കാര്യം പറയാൻ പറ്റില്ല. ത്രികോണ മത്സരം വന്നപ്പോഴത്തേക്കും മുമ്പ് പറയാം, അതായത് BJP വീക്കാണ്. അപ്പൊ BJP ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത് അവിടെ ആര് ജയിക്കുന്നു. അപ്പൊ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആരോപണം കേട്ടിട്ടുണ്ട് വോട്ട് രണ്ടാമതെത്തുന്ന പാർട്ടി സ്ഥാനാർത്ഥിയുടെ പാർട്ടി പറയും അവരും ദുർബലരായ BJPയുടെ വോട്ടുകൾ അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ BJPയുടെ വോട്ടുകൾ ഇന്ന ആൾക്ക് കിട്ടി, അതുകൊണ്ട് അദ്ദേഹം ജയിച്ചു എന്നൊരു ആരോപണം. അത് ഒരു തുടക്കത്തിൽ ആ ജയിച്ചു വരുമ്പോൾ പറയാറുണ്ട്. പക്ഷേ ഇത്തവണ BJP സ്ട്രോങ് ആണ്. പലയിടത്തും സ്ട്രോങ് എന്ന് പറയാൻ കാരണം പല മണ്ഡലങ്ങളിലും BJPക്ക് അവരുടെ വ്യക്തമായ നിലപാടുകളുണ്ട്, വ്യക്തമായ വോട്ട് ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് BJP. അത് എല്ലാ മണ്ഡലങ്ങളുമല്ല, മിക്കവാറും മണ്ഡലം ഏതാണ്ട് ഒരുമാതിരിപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ ഇപ്പോൾ 30,000-40,000 വോട്ടൊക്കെ ആയി തുടങ്ങി. അതിൽ കുറവുള്ള മണ്ഡലങ്ങൾ വളരെ കുറവായി തുടങ്ങിയിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഈ സിറ്റുവേഷനിൽ വോട്ട് മറിക്കാനുള്ള സാധ്യത ഉണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്തവണ ആരും മറിക്കില്ല, അതാണ് ഇപ്പോഴത്തെ ഒരു ഇത്തവണ മറിക്കില്ല. പിന്നെ ഒരു സംശയമുള്ളത് കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാൻ കോൺഗ്രസിന്റെ സിറ്റിംഗ് MLAമാർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾ മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വീണ്ടും വരാതിരിക്കാൻ. അപ്പോൾ തന്നെ കോൺഗ്രസിന്റെ ആ
100+ എന്നുള്ള ആ ഒരു കണക്ക് കോട്ട തകർക്കാം. അതിനുവേണ്ടി ഇനി CPM ഇടതുപക്ഷം BJP വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അത് പക്ഷേ BJP ചോദിച്ചു വാങ്ങുന്നതല്ല, NDA ചോദിച്ചു വാങ്ങുന്നതല്ല. പക്ഷേ നിങ്ങൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അതാണല്ലോ നമ്മുടെ ഇദ്ദേഹം പറഞ്ഞത്, BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. ഇത്രയും പേരെ നമ്മളെ കൊന്ന് അതിൽ ഇവർ പറഞ്ഞിട്ട് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു, ഞങ്ങളും പാലക്കാട് BJPയും CPM ഡീൽ ചെയ്യുന്ന എന്തർത്ഥത്തിലാണ്? ഞങ്ങൾ ഇത്രയും നമ്മുടെ ബലിദാനികൾ ഞങ്ങൾക്ക് സമ്മാനിച്ച ഒരു അത് മാത്രമല്ല, പാലക്കാട് ഇപ്പൊ CPM ഡീൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം CPM എപ്പോഴും 3-ാം സ്ഥാനത്താണ് പാലക്കാട്. ഒരിക്കലും കയറി വരാൻ പറ്റാത്തൊരു മണ്ഡലമാണ്. ഇപ്പൊ പിഷാരടിക്ക് ഒരു തോൽവി ഭയമുണ്ട്, പരാജയ ഭീതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡീലിനെ പറ്റി പറയുന്നത്. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ ഒരു ഉണ്ടായ ചില സ്ത്രീ പ്രശ്നങ്ങൾ കൂടി ഇപ്പൊ അവിടുത്തെ കൗൺസിലറെയും വീണ്ടും ഒരു സ്ത്രീ പ്രശ്നത്തിന്റെ പേരിൽ മാങ്കൂട്ടം ഉണ്ടാക്കിയ പ്രശ്നം അത് ഏറെ. അതിനും അപ്പുറം മാങ്കൂട്ടത്തിന്റെ ഉത്തമ സുഹൃത്തായിരുന്ന പ്രശോഭ് സി വത്സൻ എന്ന് പറയുന്ന കൗൺസിലർക്കെതിരെ ആരോപണം. അത് മാത്രമല്ല, ഷാഫിയും ശ്രീകണ്ഠനും ഒക്കെ അതിൽ ഇടപെട്ടിട്ടുണ്ട്. ഷാഫിയെ പലതവണ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ട്. അട്രോസിറ്റി കൂടി വരുന്ന വകുപ്പുള്ള ഒരു കേസാണ്. അപ്പൊ അതിൽ വളരെ ഗൗരവമായ ഒരു, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിനേക്കാൾ ഗൗരവമുള്ള കേസാണ്. അതെ, വളരെ ഗുരുതരമായ വിഷയമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് കക്ഷികളും തമ്മിൽ ഒരു ഡീലുണ്ടെന്നൊക്കെ പറയുമ്പോൾ BJP സ്ഥാനാർത്ഥി ഇപ്പം പല മണ്ഡലങ്ങളിലും നടക്കുന്നത് തന്നെയാണ്. ഇപ്പം തിരുവനന്തപുരത്ത് ഒരിടത്തും ഡീല് പറയാൻ പറ്റില്ല. കാരണം ഡീലുണ്ട്, അത് ശരിയാണ്, ഒരു ഡീലുണ്ട്. അത് BJPയും ജനങ്ങളുമായിട്ടാണ്. അത് വ്യക്തമായി കാണാൻ നേമത്ത് പോകണം, പാലക്കാട് പോകണം. പാലക്കാടൊക്കെ നല്ല ജനങ്ങളുമായുള്ള ഡീലാണ്. ജനങ്ങളുമായുള്ള ഡീല് വെച്ചിട്ട് പക്ഷെ ഇത്തവണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ശരിക്കും ദേശീയ തലത്തിലും ഒരു ആഗ്രഹമുണ്ട്. കേരളത്തിൽ മാറ്റം വരണം, കുറച്ച് സീറ്റ് കിട്ടണം. അവരും ഈ പ്രാവശ്യം ഭരണം കിട്ടുമെന്നൊന്നും BJP പുറത്ത് പറയുന്നുണ്ടെങ്കിൽ മാറ്റം വരണം. കേരളത്തിൽ കോൺഗ്രസ് സർക്കാർ വരരുത്. കാരണം എങ്കിൽ നമ്മുടെ കർണാടകയും തെലങ്കാനയും പോലെ മറ്റൊരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് കൂടി കോൺഗ്രസ് അധികാരത്തിലെത്തും. അങ്ങനെ വന്നാൽ അക്ബർ റോഡിലേക്ക് ഇവിടുന്ന് പണം, കേരളത്തിലെ പണം പാർട്ടി ഫണ്ടായിട്ട് അങ്ങോട്ട് പോകും, കേന്ദ്ര ഫണ്ടായിട്ട്. അപ്പോൾ അങ്ങനെ വരരുതെന്ന് നിർബന്ധമുള്ള ചില ബുദ്ധിരാക്ഷസന്മാർ നമ്മുടെ കേന്ദ്രത്തിലുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് തന്നെ വന്നാലും, അല്ലെങ്കിലും ദേശീയ തലത്തിൽ എന്തെങ്കിലും BJPക്ക് ഒരു പ്രതിരോധമെങ്കിലും ഉയർത്താനൊന്നും മറുപടി പറയാനുള്ള കപ്പാസിറ്റി ഉള്ളതാകെ കോൺഗ്രസിന് മാത്രമാണ്. CPM സംബന്ധിച്ചിടത്തോളം അങ്ങനെ കാര്യമായ ഒന്നും തന്നെ ഇല്ലാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനം. CPM കേരളത്തിൽ ജയിച്ചാലും തോറ്റാലും ഒന്നുമില്ല. അതെ, ഭരണം കിട്ടിയാലും CPM ഭരണം കിട്ടിയാലും കേരളത്തിൽ BJP സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ബംഗാളിൽ പോലും തിരിച്ചു കയറാൻ പറ്റാത്ത വിധം തകർന്നടിഞ്ഞ പാർട്ടി ഇനി ബംഗാളിൽ അതെ, ഒരു കാലത്ത് രക്ഷയില്ല. ബംഗാള്, പിന്നെ ത്രിപുര ഒന്നും ഇനി തിരിച്ചു വരവുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ ഒരു പ്രാവശ്യം കൂടി ഭരിച്ചാൽ പാർട്ടി ഏതാണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് മ്യൂസിയം പോലെ ഇവിടെ ഇടത് സർക്കാർ കിടക്കട്ടെ എന്നായിരിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ അവരുടെ കോൺഗ്രസ് MLA-മാരുടെ സിറ്റിംഗ് സീറ്റുകൾ ഘടകകക്ഷികൾ നോക്കുന്നില്ല, കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾ ഇനി ഇത്തവണ കോൺഗ്രസ് സ്ഥാനത്ത് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഇവിടെയൊക്കെ എന്തായാലും ഒരു ഓളം വരും, ഒരു ചിന്തിക്കൽ വരും. കാരണം കോൺഗ്രസ് വന്നാൽ അവർ സർക്കാർ ഉണ്ടാക്കിയാൽ നഷ്ടം ഡൽഹിക്കാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് തന്നെ വന്നാലും കോൺഗ്രസ് വരാതിരിക്കാനുള്ള പരമാവധി ശ്രമം. അത് മാത്രമല്ല, കോൺഗ്രസ് വരാതിരിക്കണമെന്ന് പറയുന്നതിലെ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, കോൺഗ്രസ് വന്നാൽ മുസ്ലിം ലീഗ് ഭയങ്കരമായിട്ട് പ്രശ്നത്തിൽ, കാരണം 5ാം മന്ത്രി വിവാദമൊക്കെ നമുക്കറിയാം. ഷാജി പറയുകയും ചെയ്തു, 5ാം മന്ത്രി ഇത്തവണ ഉപമുഖ്യമന്ത്രിയായി ഞങ്ങൾ ആ വാദം ഉന്നയിക്കില്ലെന്ന് ആരാ പറഞ്ഞു? കുഞ്ഞാലിക്കുട്ടിയല്ല അത് പറയേണ്ടത്. അതെ, ലീഗ് നേതൃത്വമാണ് പറയേണ്ടത്, കുഞ്ഞാലിക്കുട്ടിയല്ല പറയേണ്ടത്. ഇവിടുത്തെ കേരളത്തിലെ ലീഗ് നേതൃത്വം കുഞ്ഞാലിക്കുട്ടി അഖിലേന്ത്യാ തീർച്ചയായും കോൺഗ്രസ് വന്നാൽ അവർ തീർച്ചയായിട്ടും ഉപമുഖ്യമന്ത്രി സ്ഥാനം. അതുകൊണ്ടാണ് വേണ്ട എന്ന് പറയുന്ന സ്ഥാനം വേണമെന്ന് പറയാൻ വലിയ മടിയൊന്നുമില്ല. അത് മാത്രമല്ല, കൃത്യമായി ഷാജി പറഞ്ഞു കഴിഞ്ഞല്ലോ, മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞു. 10 വർഷം ഞങ്ങൾ അനുഭവിച്ചു. ഷാജി എന്താ പറഞ്ഞേ? എന്റെ സമുദായം 10 വർഷം അനുഭവിച്ചു. എന്തനുഭവിച്ചു? ഇനി അതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും. അതെ, അപ്പോൾ തീർച്ചയായിട്ടും ഒരു സമുദായത്തിന് വേണ്ടി MLA ആകാനും മന്ത്രിയാകാനും ഒക്കെ നടക്കുന്ന KM ഷാജി എന്നിട്ടും പറയുന്ന മതേതരമാണെന്ന്. മാത്രമല്ല, SDPയുടെ വോട്ടുകൾ ചോദിച്ച രീതിയുണ്ടല്ലോ, SDPയുടെ മതേതര വോട്ടുകൾ വേണമെന്ന്. അതായത് RSS മതേതരമല്ല എന്ന് പറഞ്ഞ് വർഗീയമാണെന്ന് പ്രചരിപ്പിക്കുന്നവർ SDPI മതേതരമാണെന്ന് കൂടി പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അവരുടെ മനസ്സിലുള്ള യഥാർത്ഥത്തിൽ കാണിക്കുന്ന മതേതരത്വവും
തീവ്രവാദം തന്നെയാണ് മനസ്സിലുള്ളതെന്നല്ലേ? മതേതരത്വത്തിന്റെ അർത്ഥം അവർക്ക് മതമാണ്. അതെ, മതം മാത്രമാണ് അവരുടെ മതേതരത്വം. അപ്പം ഈ സ്വന്തം സമുദായത്തെ ഉദ്ധരിക്കാനായിട്ട് 10 വർഷത്തിന് ശേഷം 10 വർഷത്തിനിപ്പുറം 2 പിണറായി സർക്കാരുകൾ ഇപ്പുറം മുസ്ലിം സമുദായത്തെ ഉദ്ധരിക്കാൻ ഞാനിതാ വരുന്നു എന്ന് പറയുന്ന KM ഷാജി ഒരു മന്ത്രിയായാലും ഒരു MLA ആയാലും തീർച്ചയായും മറ്റ് നാട്ടിലെ മറ്റ് മതവിഭാഗങ്ങൾ എങ്ങനെ ഈ പറഞ്ഞ മതേതരത്വം എങ്ങനെ അവിടെ യാഥാർത്ഥ്യമാകില്ല. അതുകൊണ്ടൊക്കെ ഈ കേരളം 1, 2, 3 തവണ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. പിന്നെ ഇതിനൊക്കെ ഉപരി പക്ഷേ KT ജലീൽ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. സിമിയിൽ നിന്ന് വന്ന ആളാണ് KT ജലീൽ. ജലീലൊന്നും അത് പറഞ്ഞിട്ടില്ല. ജലീലിന്റെ സാഹചര്യം കൊണ്ടാണ് സിമി പോയത്. അതെ, ജലീൽ ലീഗ് വിട്ടു പോകുന്ന സാഹചര്യം. ജലീൽ ലീഗ് ജലീൽ ചെയ്തിട്ട് ലീഗിന്റെ ഒരു സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ച മൊത്തം പുറത്ത് ചോർത്തി കൊടുത്തു. അതുകൊണ്ടാണ് ജലീൽ പുറത്തു പോകുന്നത്. അല്ലാതെ ജലീൽ വലിയ തീവ്രവാദിയൊന്നും അല്ല, ഒരു മിതവാദി ടൈപ്പായിരുന്നു. പക്ഷെ ജലീലിന് പുറത്തു പോകേണ്ടി വന്നു. KM ഷാജി കിടന്ന് വേളം വെക്കുന്നുണ്ട്. ഷാജി ഇപ്പോഴും ലീഗിലുണ്ട്. അപ്പൊ ഈ അപകടം ഇതാണ്, ജനം തിരിച്ചറിയേണ്ട അപകടം. ജലീലിനെക്കാട്ടിൽ സിമിയിൽ പോയ ജലീലിനെക്കാട്ടിൽ അപകടകാരിയാണ് KM ഷാജി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്ന പറഞ്ഞാൽ ഇത് BJP തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി സംഭവിക്കുന്നത് തുടക്കത്തിലൊരു വീറും വാശിയും BJP നേതൃത്വത്തിന് ഇപ്പോഴുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇനി അവരൊരു കനകോലു ടൈപ്പില് ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയാണോ എന്നറിയില്ല. ജനം തീരുമാനിക്കട്ടെ എന്ന് ജനത്തിന് വിട്ടുകൊടുക്കുകയാണെന്ന് തോന്നുന്നു. വികസനം വേണോ നിങ്ങൾക്ക്, അതൊരു നല്ല ചോയ്സ് ആണ്. കാരണം ഇത്രയും കാലം പറഞ്ഞിരുന്ന കേരളത്തിലെ അവസ്ഥ നമുക്ക് ഈ റോഡുകളൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. മറ്റു സംസ്ഥാനങ്ങളിലെ റോഡുകൾ, ഇപ്പോൾ പിന്നെ മെട്രോ, RRTS ഒക്കെ കാണുമ്പോൾ ഇപ്പോൾ ഡൽഹിയിലെ RRTS ശരവേഗത്തിലാണ് പണി കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ആലോചിക്കും ഇവിടുത്തെ ഒരു റോഡ് പോലും ഇപ്പൊ ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ സമയത്തേക്ക് വെച്ചിട്ട് പെട്ടെന്നൊരു ടാറിംഗ് ഉണ്ടല്ലോ. ടാർ വിൽപ്പന കമ്പനികൾക്കൊക്കെ ഭയങ്കര ടാറ്, ചല്ലി, പാറപ്പൊടി ഇതിനൊക്കെ ഭയങ്കര വൻ ഡിമാൻഡാണ്. ഇലക്ഷൻ സമയത്ത് ടാർ എന്ന് പറയാൻ ടാർ വെച്ചൊന്ന് പെയിന്റ് ചെയ്യും. അവർക്ക് 5 കൊല്ലത്തെ ടാർജറ്റാണ്. ഈ ഇലക്ഷൻ വരുമ്പോഴും മറ്റേ ഈ മരുന്ന് കമ്പനികൾ മറ്റേ വർഷാവസാനം മാർച്ച് അവസാനം കണക്ക് തീർക്കാൻ വേണ്ടി ഓടുന്നത് പോലെയാണ് ഇവർക്ക് അവസാനം ഒരു ടാർജറ്റ് ഉണ്ട്. ഇത്ര സാധനം വിറ്റ് പോകും, വിറ്റുമിന് ഇത്ര വിറ്റ് പോകുന്നൊരു ഒരു ഉറപ്പുണ്ട് അവർക്ക്. അതുകൊണ്ട് അവർ ഈ ഇലക്ഷൻ സമയമാകുമ്പോഴത്തേക്കും പരമാവധി ടാർ ഇറക്കി വെക്കും. റോഡ് ചുമ്മാതെ കുളവാക്കി ഇട്ടിട്ടുമുണ്ട്. ഈ വഴുതക്കാട് താഴത്തെ റോഡൊക്കെ അങ്ങനെ കുളവാക്കി ഇട്ടിരിക്കുക. എനിക്കൊന്ന് അടുത്ത സർക്കാർ വന്നിട്ട് വേണമായിരിക്കും ഇതിന് ചെയ്യാൻ. പകുതിക്ക് പൊളിച്ച് വർക്ക് തുടങ്ങി വെക്കും. ടെൻഡറായി, വർക്ക് ഓർഡറായി, അപ്പൊ വർക്ക് തുടങ്ങി വെക്കും. പിന്നെ ചെയ്താലായി കാശ് വേണമെങ്കിൽ അടുത്ത സർക്കാർ കൊടുത്തോളൂ. പക്ഷേ ഇപ്പോ CPM അല്ല ഇനി കോൺഗ്രസ് വന്നാലും ഒരു നയാ പൈസ ഇവിടുത്തെ ട്രഷറിയില്ലല്ലോ. ഇവരെങ്ങനെ മുമ്പോട്ട് പോകും? കേന്ദ്ര സർക്കാരിന്റെ സഹായമില്ലാതെ, അതാണ് പറയുന്നത്, കേന്ദ്ര സർക്കാരിന്റെ സഹായമില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും? ഈ കേന്ദ്രം തരുന്നില്ല എന്ന് പറയുന്നതല്ലേ പറയുന്നുള്ളൂ, തന്നു എന്ന് പറയുന്നില്ലല്ലോ. ഇല്ല. എത്രയോ കോടികൾ കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. ഒന്നിലും ഒരു പദ്ധതിയിലും പണം കൊടുക്കാത്ത പദ്ധതികളില്ല. എന്ത് പദ്ധതി എടുത്താലും കേന്ദ്ര വീതം അതിലുണ്ടല്ലോ. ഇവർക്ക് കിട്ടിയില്ല. ഇവർക്കൊരു ദലാലിന്റെ പണിയുള്ളൂ, സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുക. ഇനി എന്തായാലും സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുക. പിന്നെ വിഴിഞ്ഞത്ത് കടൽ ഏറ്റെടുത്ത് കൊടുക്കേണ്ടി വന്നില്ല. അതെ, അതുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഒരു ആവശ്യം കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അദാനിയുമായിട്ടൊരു. പക്ഷെ കേന്ദ്രം പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് കേന്ദ്രം നിലപാടെടുത്തതുകൊണ്ടാണ്. വേറെ അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമേ, ഈ അദാനി കേരളത്തിൽ വരുമ്പോൾ നല്ല അദാനിയാണ്. ഡൽഹിയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അദാനിക്ക് കുഴപ്പമാണ്. പക്ഷെ കേരളത്തിൽ പദ്ധതികൾ വരുമ്പോൾ അദാനിക്ക് ഒരു പ്രശ്നമില്ല. കേരള അദാനി നല്ലതും ഡൽഹി അദാനി മോശവുമാണ്. അത് അവർ 2 അദാനി ഉണ്ടെന്നുള്ള, കരണദാനിയും മറ്റേ അച്ഛൻ അദാനിയും രണ്ട് ഇതാണെന്നുള്ളൊരു ധാരണ അവരെ ഗ്രൂപ്പിസം പോലെ തന്നെ അവർ മനസ്സിലുണ്ട്. അപ്പൊ ഇവിടെ കരണദാനിയുടെ പ്രോജക്റ്റുകളാണ്. മറ്റത് വേറെ അദാനി മറ്റേ പണം വെട്ടി കേന്ദ്ര സർക്കാരിന് മോദിക്ക് കൊണ്ടങ്ങോട്ട് അംബാനി. ഇപ്പൊ അംബാനിയുടെ പേര് അധികം കേൾക്കാം. എന്തായാലും CPI വലിയ കഷ്ടത്തിലാണ്. CPI എന്ന പാർട്ടി വലിയ കഷ്ടത്തിലാണ്. ഇത്തവണ അറിയാം അവർക്ക് എത്രയിടത്ത്. നെടുമങ്ങാടൊക്കെ ചിലപ്പോൾ അവരൊന്ന് മാക്സിമം നെടുമങ്ങാടൊക്കെ പിടി മന്ത്രിയാണല്ലോ ചെയ്യാറല്ലേ, ആ ഒരു മന്ത്രി മാത്രമേ ഉള്ളൂ കൊള്ളാവുന്നത്. CPIയുടെ പേര് കേൾക്കുന്ന പോലും കേൾക്കുന്നില്ല. CPI എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാതായ അവസ്ഥയാണ്. ബിനോയ് ഉണ്ട് ഇവിടെ, ബിനോയ് ഇവിടെ കൊണ്ടുവന്നു. പാർട്ടി സെക്രട്ടറി ബിനോയ് എവിടെയൊക്കെ പോയി പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ CPIയുടെ നേതാക്കളല്ല. ഈ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നല്ല നേതാക്കന്മാർ. ഇപ്പൊ ശ്രീനാദേവി കുഞ്ഞമ്മയൊക്കെ അതിനകത്ത് വളർത്താതിട്ടിരുന്നു എന്നുള്ളത് ഭയങ്കര അതിശയകരമായി. വളരെ സമ്മതിക്കില്ല. കാരണം 40 പേര് പാർട്ടി വിട്ടാലും 400 പേരെ എടുക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. BJP ഇന്നിപ്പോ ആരും പാർട്ടി വിട്ടു പോകുന്നത് കണ്ടിട്ടില്ല. അപ്പൊ ഈ 40 പേര് പാർട്ടി വിട്ടു പോയാൽ 10 പേരെ പോലെ എടുക്കേണ്ട തീരുമാനിക്കുന്ന ഒരു പാർട്ടിയാണ് CPI. കാരണം
ഇനി ആരും വരണ്ട, ഉള്ളവരൊക്കെ മതി, ഞാനും അപ്പനും സുഭദ്രയും മാത്രം മതി, വേറെ ആരും വേണ്ട എന്നുള്ളൊരു കോ ആൻഡ് ഗോ. അതുകൊണ്ട് ആ പാർട്ടി അങ്ങനെ നിന്ന് പക്ഷെ നല്ലൊരു ആസ്ഥാന മന്ദിരമൊക്കെ ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. അതേതെങ്കിലും ഒരു പാർട്ടിക്ക് ഭാവിയിലൊരു CPI തന്നെ മാറി, പണ്ട് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ആയിരുന്നല്ലോ, ചിലപ്പോൾ അറിയില്ല BJP-യിലേക്കും വരാം. അതെ, പശ്ചിമ ബംഗാളും ത്രിപുരയൊക്കെ ഓഫീസ് അടക്കം വന്നത്. അതെ, വന്നേ ഓഫീസ് വരെ എഴുതി കൊടുത്തു. അതെ, അങ്ങനെ സംഭവിക്കാം. അടപടലം ബോർഡ് മാറ്റേണ്ടി വന്നു, അത് സംഭവിക്കാം. കേരളത്തിൽ ഇപ്പൊ BJP തൊട്ടിടാത്ത ഒരു പാർട്ടി ഒന്നുമല്ലല്ലോ. അതെ അതെ, ഇപ്പൊ ആ ഐറ്റം മാറിയിരിക്കുന്നു. സംഗീതം സംഘടനയൊന്നും വിളിക്കാറില്ല. ഇല്ല, മറ്റേ അതായിരുന്നല്ലോ ഒരു കാലത്ത് ഏറ്റവും മോശമായി ഉപയോഗിച്ചിരുന്ന പദങ്ങൾ. അന്ന് ശ്രീനാരായണ ഗുരു ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവാണ്. കാരണം അദ്ദേഹം ഇതിനെതിരെയും BJP-യോടുള്ള ഐറ്റത്തിനെതിരെ ശബ്ദം ഉയർത്തേണ്ടി. തീർച്ചയായിട്ടും അപ്പൊ ഡീലിനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ്. ഒട്ടുമില്ല, ഡീലുണ്ട്. ഞാൻ പറഞ്ഞാൽ ജനങ്ങൾക്കുമായിട്ട് ഇപ്പൊ ഡീലുണ്ട്. ആ ഡീൽ ഉണ്ടാക്കാൻ പറ്റുന്ന രാഷ്ട്രീയ കക്ഷി ആയിരിക്കണം, ജനങ്ങളുമായിട്ടാണ് ഡീൽ ഉണ്ടാക്കുക. അത് BJP ഏതാണ്ട് അടുത്തൊക്കെ. അതുപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധം കേരളത്തിലെ സ്ത്രീപക്ഷവാദികളെല്ലാം ഉയർത്തിയിരുന്നു. പക്ഷെ പ്രക്ഷോഭിന്റെ കാര്യം വന്നപ്പോൾ അനങ്ങുന്നില്ല. തെരഞ്ഞെടുപ്പ് അടുത്തു. അപ്പോൾ ഈ സമയത്ത് മിണ്ടിയാൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ അത് ഗുണം ചെയ്തെങ്കിലും എന്ന് വിചാരിച്ചിട്ടാവും. അപ്പോൾ ഇവരുടെയൊക്കെ ഈ പറയപ്പെടുന്ന പുരോഗമനവും മതേതരത്വവും ഇവരുടെയൊക്കെ ഈ സ്ത്രീപക്ഷവാദവും ഒക്കെ ഒരു സെലക്റ്റീവായ ഒരു സ്ത്രീപക്ഷവാദം. അവരൊന്നുകിൽ വലതുപക്ഷം അല്ലെങ്കിൽ ഇടതുപക്ഷം. കാരണം അവരെ കണ്ടില് ഈ BJP ഹൈന്ദവ വിഭാഗത്തില് ബുദ്ധിജീവികളൊന്നും ഇല്ലെന്നുള്ളൊരു ധാരണയുണ്ട്. ഇത് കാണിച്ചു. പക്ഷെ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ ഇന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന BJP-യില്ല. ഇപ്പോൾ BJP-യുടെ വനിതാ സ്ഥാനാർത്ഥികളെ നോക്കിയാൽ തന്നെ കാസർഗോഡ് നിന്നും ML അശ്വിനി, കോഴിക്കോട് നിന്നും നവ്യ, ശോഭാ സുരേന്ദ്രൻ, അതുപോലെ തന്നെ പത്മജ വേണുഗോപാൽ, ശ്രീലേഖ. സ്ത്രീകളെല്ലാം, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരെ നോക്കിയാലും സ്ത്രീകളും പക്ഷേ ഒരു മിനിമം ഡിഗ്രി എങ്കിലും ഇല്ലാത്തവർ കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ PG-യും PhD-യും ഒക്കെ ഉള്ളവരുടെ ഇംഗ്ലീഷും ഇവരുടെയൊക്കെ സംസാരവും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാം. വിദ്യാഭ്യാസം ഇല്ല അല്ലെങ്കിൽ അറിവില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഒരു ബോധമില്ലാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ടും പലപ്പോഴും BJP എഴുത്തി കാണിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം വന്നതോടുകൂടി അത് നടക്കുന്നില്ല എന്നതുകൊണ്ടാണ് BJP-യുടെ വളർച്ച ഉണ്ടായതെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇവർക്ക് ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെന്നല്ല, വിദ്യാഭ്യാസ യോഗ്യത ഉള്ള സ്ഥാനാർത്ഥികളെയാണ് BJP ഇത്തവണ സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നത്. അത്ര വികസനം വരണമെങ്കിൽ 10ാം ക്ലാസും കുസ്തിയും പറ്റില്ല ഇപ്പോഴത്തെ പോലെ. നമ്മുടെ മന്ത്രിമാരുടെ എത്ര വരെ പഠിച്ചതാണ് ഇന്നത്തെ തലമുറ. റഹീമിന്റെ അവസ്ഥ നമുക്കറിയാം. അപ്പൊ പഠിക്കാത്ത ആൾക്കാരുടെ അവസ്ഥ നമ്മുടെ ജെൻസി പുതിയ വോട്ടർമാർ അവർ ഇപ്പോൾ ആർക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് ഇവരുടെയൊക്കെ വിദ്യാഭ്യാസ യോഗ്യത നോക്കിയിട്ടാണ്. തീർച്ചയായിട്ടും ഏതുവരെ പഠിച്ചിട്ടുണ്ട് നമുക്കൊരു കുറ്റം പറയാൻ പറ്റില്ല. എന്റെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, ഏതുവരെ പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നോക്കിയേ പിള്ളേർ വോട്ട് ചെയ്യുള്ളൂ. അല്ലാതെ ഇന്ന പാർട്ടിക്ക് കയറി അടമൻ്റായിട്ട് അങ്ങ് വോട്ട് ചെയ്യില്ല. അതിനിപ്പോൾ BJP ആയാലും CPM ആയാലും കോൺഗ്രസ് ആയാലും ആ വോട്ട് അവർ കൃത്യമായിട്ട് അവർ നോക്കി അവരവരുടെ പ്രാക്ടിക്കൽ വോട്ടിങ്ങാണ് അവരുടെ. ആ വോട്ട് അവർ നോക്കി ചെയ്യും. അതിന്റെ റിസൾട്ട് ഇത്തവണ ഉണ്ടാകും. തീർച്ചയായും BJP-ക്ക് വലിയ വിജയപ്രതീക്ഷയുള്ള സമയമാണ്. അതിൽ ഡീൽ ആരോപണങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ വാദം ഏതാണ്ടൊക്കെ നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ അംഗീകരിക്കാവുന്നതാണെന്ന് തോന്നുന്നു.